മുബഷീർ കേൾക്കുന്നുണ്ട്. മുബഷീർ ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു? UDFന്റെ കൊട്ടിക്കലാശം, ആ കൊട്ടിക്കലാശത്തിലെ പുറകോട്ടുള്ള നിര എത്രത്തോളം നീളമുണ്ടെന്ന് ഇവിടുന്ന് ഞങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നില്ല. വലിയൊരു നിര തന്നെയാണ് സ്മൃതി. വഴിക്കടവിൽ നിന്നും ആരംഭിച്ച UDFന്റെ കൊട്ടിക്കലാശം ഇപ്പോൾ എടക്കരയിലേക്ക് എത്തിയിരിക്കുന്നു. വഴിക്കടവ് അങ്ങാടിയും കഴിഞ്ഞ് മണിമൂളിയും മുണ്ടയും അത്തരത്തിലുള്ള ചെറു ഗ്രാമങ്ങളൊക്കെ തന്നെ പിന്നിട്ടുകൊണ്ട് പ്രവർത്തകരുടെ വലിയൊരു ആവേശം ഏറ്റുവാങ്ങിക്കൊണ്ട് വലിയ ആയിരക്കണക്കിന് പ്രവർത്തകരുടെ കമ്പടിയോടുകൂടിയാണ് UDFന്റെ കൊട്ടിക്കലാശ പ്രചാരണ റാലി എടക്കരയിലേക്ക് എത്തിയിരിക്കുന്നത്. നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരം കൂടിയാണ് എടക്കര എന്നുള്ളത്. 3 പഞ്ചായത്തുകളുടെ കൊട്ടിക്കലാശം പരിപാടി ഇന്നിവിടെ നടക്കാൻ പോകുന്നുണ്ട്. അതിന് മുൻപോടിയായിട്ടാണ് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് പങ്കെടുക്കുന്ന റോഡ് ഷോ ഈ ഒരു മേഖലയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റോഡിന്റെ ഇരുവശത്തും കാത്തു നിൽക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകർ. ഷൗക്കത്തിന്റെ മുഖത്ത് ഒരു ചിരിയൊന്നും കാണുന്നില്ലല്ലോ. അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവർ നന്നായി ചിരിക്കുന്നുമുണ്ട്. ടെൻഷനിലാണോ ആര്യാടൻ ഷൗക്കത്ത്? ഒരു തരത്തിലുള്ള ടെൻഷനുമില്ല. വലിയ ഭൂരിപക്ഷത്തിൽ മണ്ഡലം തിരിച്ചുപിടിക്കും. ആര്യാടൻ മുഹമ്മദിന്റെ മണ്ണ് കോൺഗ്രസ് തിരിച്ചുപിടിക്കുമെന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് UDF മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ 23-ന് നിങ്ങളെ ഒന്ന് കാണണമെന്നുള്ളതാണ് ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് രാവിലെ വരെ. മുബഷീർ, നമ്മളൊന്ന് ഇടപെടുകയാണ്. VS രഞ്ജിത്ത് ഇപ്പോൾ നിൽക്കുന്നത് LDF ഓഫീസിന്റെ അടുത്താണ്. അവിടെ അനൗൺസ്മെന്റ് വാഹനം വരുന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ രഞ്ജിത്ത്? എന്താണ് അവിടെ ഒരു ബഹളം? സുജി, ചെറിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ ഓരോ പാർട്ടിക്കും വ്യത്യസ്തമായ ഏരിയകൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. BJPക്കും CPMനും കോൺഗ്രസിനുമൊക്കെ അവരുടെ കൊട്ടിക്കലാശം നടത്താനുള്ള വ്യത്യസ്തമായ ഏരിയയാണ്. അതിൽ CPMന്റെ ഏരിയക്കകത്ത് കയറി അല്ലെങ്കിൽ ഈ ഒരു കോമൺ സ്പേസിൽ കയറിയിട്ടാണ് UDFന്റെ ഒരു പ്രചരണ വാഹനം, അനൗൺസ്മെൻറ്റ് വാഹനം നിൽക്കുന്നത്. ആ അനൗൺസ്മെൻറ്റ് വാഹനത്തെ മാറ്റുകയാണ് ഇവിടുന്ന്. ഇപ്പോൾ ഓരോരുത്തരും അവരവർക്ക് നിശ്ചയിച്ച് നൽകിയിട്ടുള്ള ഏരിയയിലേക്ക് പോകണം എന്ന് പോലീസ് പറയുന്നു. പോലീസ് അറിയാതെ കയറിപ്പോയതാണോ? സംഘർഷമല്ല, പറഞ്ഞു മനസ്സിലാക്കൽ മാത്രമല്ലേ, പ്രശ്നമല്ല. അതെ, അത്രേ ഉള്ളൂ. സംഘർഷത്തിന്റെ സാഹചര്യമില്ല. ആളുകളെ പറഞ്ഞ് മാറ്റുകയാണ്. നേരത്തെ പറഞ്ഞ സമയത്ത് മാറാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ പോലീസ് ഒരു കൂട്ടമായി വന്ന് അവരെ പിറകിലേക്ക് ബാരിക്കേഡിനപ്പുറത്തേക്ക് മാറ്റുകയാണ്. ബാരിക്കേഡിനപ്പുറത്ത് ബാരിക്കേഡ് വെച്ച ആ കോമൺ സ്പേസിലേക്ക് ആർക്കും പ്രവേശനമില്ല. 4 ഭാഗത്തും ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ആ ബാരിക്കേഡിന് അപ്പുറത്താണ്. രഞ്ജിത്ത്, ഒരു കാര്യം അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. ഇപ്പോൾ UDFന്റെ അനൗൺസ്മെന്റ് വാഹനമാണല്ലോ അതുവഴി കയറി വന്നത്. LDFന്റെയും UDFന്റെയും കൊട്ടിക്കലാശ വേദികൾ അടുത്തടുത്താണ്. സുജയ, തീർച്ചയായിട്ടും ഈ ഒരു ടൗൺ, നിലമ്പൂർ ടൗണിൻ്റെ റോഡ്, ഒറ്റ റോഡാണ് നിലമ്പൂരിൽ. ആ റോഡിൻ്റെ 4 ഭാഗത്തായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ആ 4 ഭാഗം എന്ന് പറഞ്ഞാൽ നടുക്ക് നിന്നാൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നോക്കിയാൽ 4 ഭാഗത്തേക്കും കാണാൻ പറ്റുന്ന തരത്തിൽ ഇപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് നോക്കിയാൽ നേരെ BJPയുടെ അനൗൺസ്മെൻറ്റ് വാഹനങ്ങളും BJPയുടെ കൊടി തോരണങ്ങളും ഒക്കെ കാണാൻ പറ്റും. അതിന് തൊട്ടപ്പുറത്ത് CPM പ്രവർത്തകരെ കാണാൻ പറ്റും. ഇവിടെ എനിക്ക് പിറകിലായിട്ടാണ് ഈ ബാരിക്കേഡ് സജ്ജീകരിച്ചിട്ടുള്ള ഭാഗം. UDF പ്രവർത്തകർക്ക് ഇപ്പോഴും UDF പ്രവർത്തകർ ഈ ബാരിക്കേഡിനോട് ചേർന്ന് തന്നെ നിൽക്കുകയാണ്. ഈ കാണുന്ന ബാരിക്കേഡിന്റെ ഈ ഭാഗത്തേക്ക് നമുക്ക് ഇപ്പോൾ VS രഞ്ജിത്ത്, നമ്മളിവിടെ ഒരേ സമയം 12 ക്യാമറ ഔട്ടുകളാണ് നൽകുന്നത്. അതിൽ ക്യാമറ 7-ലാണ് VS രഞ്ജിത്തിനെ, അല്ലെങ്കിൽ സ്ക്രീൻ 7-ലാണ് VS രഞ്ജിത്തിനെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ കാണുന്ന സ്ക്രീൻ 7 VS രഞ്ജിത്ത് നിൽക്കുന്ന അവിടെയാണ് അനൗൺസ്മെന്റ് വാഹനം കടന്നു പോകുന്നതിനെ ചൊല്ലിയുള്ള ഒരു തർക്കമുണ്ടായത്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ഇപ്പോൾ ഒരു കൊടിയൊക്കെ, പതാകയൊക്കെ പിടിച്ച് UDF പ്രവർത്തകർ അതുവഴി കടന്നു പോവുകയാണ്. പ്രശ്നമൊക്കെ അവസാനിച്ചില്ലേ രഞ്ജിത്ത്? തീർച്ചയായിട്ടും അവരുടെ അനൗൺസ്മെന്റ് വാഹനം നീക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അനൗൺസ്മെന്റ് വാഹനം ഇപ്പോൾ ബാരിക്കേഡിന് ഇപ്പുറത്തേക്ക് മാറ്റുന്നു. അത്രേ ഉള്ളൂ, പ്രശ്നം പരിഹരിച്ചു. അപ്പോൾ ബാരിക്കേഡ്, ഇവിടെ കൂടി ബാരിക്കേഡ് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ ഒരു കോമൺ സ്പേസിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കും ഇടമുണ്ടാവില്ല. അവിടെ ഈ കൊട്ടിക്കലാശത്തിൽ ഓരോ മുന്നണിയും വേറെ രൂപത്തിലാണോ? കാരണം ഇപ്പോൾ ഷൗക്കത്ത് ആണെങ്കിൽ നേരത്തെ തന്നെ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയും പരിവാരങ്ങളുമായിട്ടാണ് ആ പ്രകടനം തുടങ്ങിയത്. ഇവിടെ ഇപ്പോൾ സ്വരാജ് അവസാനം എത്തുമെന്നുള്ളതല്ലേ മനസ്സിലാക്കുന്നത്? അതല്ലാതെ റാലി പ്രവർത്തകരുടേതായി പിന്നീട് ഇവിടേക്ക് സ്ഥാനാർത്ഥി എത്തിച്ചേരും, അതാണോ മനസ്സിലാക്കേണ്ടത്? സ്മൃതി, ഓരോ ഭാഗത്തു നിന്നും, ഓരോ പഞ്ചായത്തിൽ നിന്നും വ്യത്യസ്ത ഭാഗത്തേക്കാണ്. ഇപ്പോൾ എടക്കര ഭാഗത്ത് ഒരു കൊട്ടിക്കലാശമുണ്ട്. അത് ആ വഴിക്കടവ് ഭാഗത്തേക്കുള്ള പഞ്ചായത്തുകൾ ചേർന്നാണ്. നിലമ്പൂർ ഭാഗത്തേക്ക് വരിക, നിലമ്പൂർ മുനിസിപ്പാലിറ്റിയോട് ചേർന്നുള്ള ഭാഗത്തുള്ള ആളുകളായിരിക്കും വരിക. രഞ്ജിത്ത്, ആ എടക്കര ഭാഗത്ത് എത്തിയ റാലിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ സ്ക്രീൻ 5-ൽ കാണുന്നത്, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് സ്ക്രീനിൽ കാണുന്നത് ആര്യാടൻ ഷൗക്കത്തിനെയാണ്. ആര്യാടൻ ഷൗക്കത്തിന്റെ UDF റാലി ഇപ്പോൾ എടക്കര പിന്നിടുകയാണ്. അതിനൊപ്പമാണ് നമ്മുടെ മുബഷീർ P. അക്ബർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്.